ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമായിട്ട് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ഒരു വലിയ ട്രേഡ് ഡീല് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു എഗ്രിമെന്റ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ഹിസ്റ്റോറിക് ഇവന്റ് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം 2007 മുതൽ അന്നത്തെ UPA സർക്കാർ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ചകൾ തുടങ്ങിയിരുന്നു ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള എഫേർട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും 2013 ആയ സമയത്ത് ഈ ഒരു പരിപാടി നടക്കില്ല. ഇന്ത്യയും യുവും തമ്മിൽ ഒരു ധാരണയിൽ എത്തുന്നില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ കടും പിടുത്തത്തിൽ നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഡിമാൻഡുകളെ പൂർണ്ണമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോകില്ല എന്നൊരു സ്ഥിതി വന്നു. തൽക്കാലത്തേക്ക് നമുക്ക് ട്രേഡ് ഡീലിന്റെ ചർച്ചകൾ നിർത്താമെന്ന് രണ്ടു കൂട്ടരും ധാരണയിലെത്തുന്നു. എന്നാൽ അതിനുശേഷം 2014 ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷിയായ ഒരു വർഷമായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നതിനപ്പുറം പതിറ്റാണ്ടുകൾക്ക് ശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഭരണകൂടം ഒറ്റയ്ക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ഒരു വർഷം കൂടിയായിരുന്നു 2014. അതിനുശേഷവും ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തുടർന്നു വന്ന ചർച്ചകളുടെ ഒടുവിൽ അതിന്റെ പരിസമാപ്തി എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു 11 വർഷമേ ആയിട്ടുള്ളൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് യൂറോപ്പുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. കാരണം യൂറോപ്പ് എത്രയൊക്കെ സമ്പന്നമെന്ന് പറഞ്ഞാലും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ പ്രവിശ്യകളും ഒരുപോലെ സമ്പന്നമല്ല. എല്ലാവർക്കും ലക്ഷറി ഐറ്റംസ് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമല്ല. അവിടെയും ഇടത്തരക്കാരുണ്ട്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്, ഈവൻ ദരിദ്രരായിട്ടുള്ള ആൾക്കാരും യൂറോപ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എല്ലാത്തരം ഉൽപ്പന്നങ്ങളും യൂറോപ്യൻ യൂണിയനിൽ കൊണ്ടുപോകാൻ, അവരുടെ വിപണിയിൽ കൊണ്ടുപോകാനും വിൽക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിലുപരിയായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയതിലൂടെ ഇന്ത്യയുടെ പ്രതിച്ഛായയിലും വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളുമായിട്ട് നമുക്ക് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റും. ചൈന യൂറോപ്യൻ യൂണിയന്റെ ആ ഒരു വിപണിയിൽ അനധികൃതമായിട്ടാണ് പല ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നത് എന്ന ആക്ഷേപം നേരിടുമ്പോൾ ലീഗലായിട്ട് ഇന്ത്യൻ ബിസിനസ്സുകാർക്ക്, ഇന്ത്യക്കാർക്ക് യൂറോപ്പിലെ വിപണി ഉപയോഗിക്കാൻ കഴിയുമെന്നതൊരു വലിയ സാധ്യത തന്നെയാണ് നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത്. ഇതിനൊക്കെ അപ്പുറം ആഗോളതലത്തിൽ യൂറോപ്പുമായിട്ടൊരു സവിശേഷമായ ബന്ധമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ലോങ് ടേം സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസുമായിട്ടുള്ള റിലേഷൻ, ജർമ്മനിയുമായിട്ടുള്ള റിലേഷൻ, ഇറ്റലിയുമായിട്ടുള്ള റിലേഷൻ, പോർച്ചുഗലുമായിട്ടുള്ള റിലേഷൻ, ഡെൻമാർക്കുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെ യൂറോപ്യൻ യൂണിയനിലെ വെവ്വേറെ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ പുലർത്തുന്ന സവിശേഷമായ സൗഹൃദം. ഈ സൗഹൃദം തന്നെയാണ് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കരാറ് EUമായിട്ട് സൈൻ ചെയ്യുന്നതിന് നമ്മളെ സഹായിച്ചത്. ഇപ്പൊ നമ്മൾ ഈ ട്രേഡ് ഡീൽ അല്ലെങ്കിൽ ഒരു കരാറ്, വ്യാപാര കരാർ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിന്റെ കൂടുതൽ മെച്ചം ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കൂടുതൽ നേട്ടം ഇന്ത്യക്കാണ്. കാരണം ഇന്ത്യയുടെ ഡയറി മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയൊക്കെ നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലയാണ്. നമ്മുടെ കർഷകരുടെ നിലനിൽപ്പ് നോക്കിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു സവിശേഷ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഡിമാൻഡുകളെ EU അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറോ താരിഫിലല്ല നമ്മൾ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. താരിഫ് നിലനിൽക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 40% ഒക്കെ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് താരിഫ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നേരത്തെ 1 ടൺ ആയിരുന്നത് 40 ആയിട്ട് കുറച്ചുവെങ്കിലും സ്റ്റിൽ താരിഫ് ഉണ്ട്. അപ്പൊ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ് എന്നും യൂറോപ്പ് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ ഒരു എഗ്രിമെന്റിൽ വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കരാറിൽ ഉണ്ടാവുമെന്നതിൽ തർക്കമില്ല. ഇനി അമേരിക്കയുടെ കരച്ചിലിനെ കുറിച്ചും കൂടി നമുക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഒരു കരച്ചിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഇതിനകത്ത് വയ്ക്കുന്നില്ല. ഏതെങ്കിലും പ്രേക്ഷകർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്തോ ഫേസ്ബുക്കിനകത്തോ പോയിട്ട് ജസ്റ്റ് സ്കോട്ട് ബെസന്റ് എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി. മൂപ്പര് പറയുന്ന ആ കരച്ചിൽ ഭാവത്തോടെ നിങ്ങൾക്ക് അത് കേൾക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് പോയി നോക്കിയാൽ മതി. കരയാണോ മൂപ്പര് എന്ന് നമുക്ക് തോന്നിപ്പോ. അങ്ങനെയാണ് പുള്ളി അത് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ,
അതായത് യൂറോപ്പിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യൂറോപ്പിനേക്കാൾ കൂടുതൽ അമേരിക്കയാണ് സാക്രിഫൈസ് ചെയ്തത്, അമേരിക്കയ്ക്കാണ് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞങ്ങള് ഇന്ത്യയുടെ മേൽ 25% നികുതി ചുമത്തി. പക്ഷെ യൂറോപ്പ് എന്താണ് ചെയ്തത്? യൂറോപ്പ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഇന്ത്യയുടെ മേൽ എന്തിനാണ് 25% അധിക നികുതി ചുമത്തിയത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുമ്പോൾ അത് യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയുടെ മേൽ നികുതി ചുമത്തിയത്. അപ്പൊ യൂറോപ്പ് എന്താണ് ചെയ്യുന്നത്? ആ ഇന്ത്യയുമായിട്ട് നികുതി ചുമത്തുന്നതിന് പകരം ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് യൂറോപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ എങ്ങനെ സഹിക്കും എന്റെ മല്ലയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഏങ്ങി സംസാരിക്കുന്ന സ്കോട്ട് ബെസന്റിനെയാണ് കാണാൻ കഴിയുന്നത്. ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചാൽ US ട്രഷറി സെക്രട്ടറിയാണ്. പുള്ളിയും ട്രംപിന്റെ ടീമിൽപ്പെട്ട ആളാണ്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് 50% നികുതി സന്തോഷമായിട്ട് നമുക്ക് തന്നത്. ഇന്ത്യ സന്തോഷമായിട്ട് തന്നെ അത് വാങ്ങി. പക്ഷെ ഇന്ത്യക്ക് ആ നികുതി കൊണ്ടൊരു ചുക്കും സംഭവിക്കില്ല, നമ്മൾ അതിനെ മറികടക്കുമെന്ന് അമേരിക്കയ്ക്ക് ഇപ്പം മനസ്സിലായിരിക്കുകയാണ്. ഇവിടെ സ്കോട്ട് ബെസൻ പറഞ്ഞൊരു കാര്യം, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, ഈ എണ്ണ ഇന്ത്യയിൽ റിഫൈൻ ചെയ്തിട്ട് യൂറോപ്പിന് ഇന്ത്യ വിൽക്കുന്നു. അപ്പൊ യൂറോപ്പ് ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യയുടെ എണ്ണ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് വാങ്ങുന്നത്. അതായത് യൂറോപ്പ് സ്വയം അവരുടെ തന്നെ യുദ്ധത്തിൽ ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇവിടെ അമേരിക്ക ആകെ മൊത്തം നാണം കെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂറോപ്പിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആവശ്യം? യൂറോപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യ ഒരു ബാലൻസിങ് പവറാണ്. ഇന്ത്യ US പക്ഷത്തും അല്ല, റഷ്യയുടെ പക്ഷത്തും അല്ല, ചൈനയുടെ കൂടെ അല്ല, ഇന്ത്യ ആരുടെ കൂടെ അല്ല, ഇന്ത്യ ഒറ്റയ്ക്കാണ്. എന്നാൽ എല്ലാവരുമായിട്ടും ഇന്ത്യ ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബാലൻസിങ് പവറായിട്ട് നിൽക്കുന്ന ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ലോങ് ടേമിൽ യൂറോപ്പിന് ഗുണം ചെയ്യും, എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യും. ഇപ്പൊ നാളെ റഷ്യയുമായിട്ടൊരു നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും ഇന്ത്യ ഒരു വിശ്വസ്തരായ പങ്കാളിയാണ്. ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന സമയത്ത് ശരിയാണ്, ഇന്ത്യ യൂറോപ്പിന് എണ്ണ വിറ്റെന്നേ. നമ്മള് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് നമ്മൾ യൂറോപ്പിന് വിറ്റു. പക്ഷെ അത് യൂറോപ്പിന് ആവശ്യമായിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ എന്താണ് എണ്ണ വിപണിയിൽ സംഭവിക്കാന്നറിയോ? അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന എണ്ണ കമ്പനികൾ അല്ലെങ്കിൽ അമേരിക്ക ഫണ്ട് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിലെ എണ്ണ കമ്പനികൾ തോന്നും പോലെ അങ്ങ് വില കൂട്ടും. സൗദിയും UAE അടക്കം നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ്. പക്ഷെ അവർ തോന്നും പോലെ എണ്ണ വില കൂട്ടും. കാരണം എണ്ണയ്ക്ക് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ എണ്ണ വില കുതിച്ചു കയറും. അതിലൂടെ എണ്ണ വില കൂടുക എന്ന് പറഞ്ഞാൽ സകല മേഖലയിലും വിലക്കയറ്റം ഉണ്ടാകുമെന്നൊരു അർത്ഥം കൂടി അവിടെയുണ്ട്. അപ്പൊ ഇത് ലോങ് ടേമിലേക്ക് യൂറോപ്പിനും നല്ലതല്ല. അവിടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങിക്കൊണ്ട് എണ്ണ വില വർധനവിനെ ഇന്ത്യ പിടിച്ചു കെട്ടിയത്. ഇപ്പൊ യൂറോപ്പിലെ പല നേതാക്കൾക്കും ഒരു ധാരണയുണ്ട്, അതായത് അമേരിക്ക യൂറോപ്പിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ യുക്രൈൻ യുദ്ധത്തിലൊക്കെ വന്ന് സഹായിക്കുന്നത്. ശരിക്കും റഷ്യയോടുള്ള അമേരിക്കയുടെ ഭയമോ ശത്രുതയാണ് ഇതിന് കാരണം. യൂറോപ്പിനെ കരുവാക്കുകയാണ് അമേരിക്ക എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം നമ്മളൊക്കെ വെള്ളക്കാരാണ്, ഒന്നിച്ച് നിൽക്കേണ്ടവരാണെന്നുള്ളൊരു ഒരു ധാരണയാണ് യൂറോപ്യൻസിന് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ അടുത്തിടെ യൂറോപ്പിൽ നിന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യയും യൂറോപ്പിന്റെ ഭാഗം തന്നെയാണെന്നാണ്. ശരിക്കും അകലെ കിടക്കുന്ന അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നതിനേക്കാളും നല്ലത് യൂറോപ്പ് അടുത്ത് കിടക്കുന്ന റഷ്യയുമായിട്ടായിരുന്നു സഹകരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എത്ര സമാധാനത്തോടെ മുന്നോട്ട് പോകാമായിരുന്നു. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഗ്യാസും എണ്ണ അല്ലെങ്കിൽ ഓയിലും ഒക്കെ വൻ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. യൂറോപ്പുമായിട്ട് അതിർത്തിയുണ്ട്. യൂറോപ്പിൽ നിന്ന് ഓൾറെഡി പൈപ്പ് ലൈൻ വഴിയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഗ്യാസ് അങ്ങോട്ട്. അത് തുടരാമായിരുന്നു. വിവിധ മേഖലകളിൽ സഹകരിക്കാനുള്ള വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയുടെ കുത്തിത്തിരിപ്പിൽ വീണ് യൂറോപ്പ് അമേരിക്കയുടെ പാവയായി മാറിയപ്പോൾ യൂറോപ്പിനെ മുന്നിൽ നിർത്തി അമേരിക്ക കളിക്കുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം പോലും അമേരിക്കയുടെ തന്ത്രമാണോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് റഷ്യയുമായിട്ട് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത്. മാത്രമല്ല യൂണിപോളാർ വേൾഡിന്റെ അപകടം യൂറോപ്പും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൾട്ടിപോളാർ വേൾഡ് വേണമെന്നും ഒന്നിലേറെ ശക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ശക്തമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നും യൂറോപ്പിനും മനസ്സിലായിട്ടുണ്ട്. അമേരിക്ക മാത്രം തീരുമാനമെടുക്കുന്ന ഒരു ലോകക്രമം മനുഷ്യരാശിക്ക് അത്ര നല്ലതല്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതെല്ലാം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഒരു ഘടകമാണ്. ഇപ്പോൾ അമേരിക്ക നല്ലപോലെ പ്രഷർ ചെലുത്തി നോക്കി യൂറോപ്പിന് മേൽ, അതായത് ഇന്ത്യയുടെ മേൽ അധിക നികുതി ചുമത്താൻ വേണ്ടിയിട്ട്. അവിടെ ഇന്ത്യയുടെ ഗവൺമെന്റ് കളിച്ച കളി എന്ന് പറയുന്നുണ്ടല്ലോ, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്ലാനാണ് ഇതെല്ലാം. നമുക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങാമായിരുന്നു, റഷ്യയിൽ നിന്ന് തന്നെ കൂടുതൽ എണ്ണം വാങ്ങാമായിരുന്നു. പക്ഷെ ഫ്രാൻസുമായിട്ട് കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫ്രഞ്ച് എയർക്രാഫ്റ്റുകൾ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൊണ്ട് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻ വേറെ ലെവലിലേക്ക് ആദ്യം മോദി ഗവൺമെന്റ് കൊണ്ടുപോയി. ഫ്രാൻസുമായിട്ട് ചേർന്നുകൊണ്ട് സബ്മറൈനുകൾ നിർമ്മിച്ചുകൊണ്ടും അതുപോലെ ഇറ്റലിയുമായും ജർമ്മനിയുമായും മറ്റ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായിട്ടും വെവ്വേറെ ബന്ധം ശക്തമാക്കിക്കൊണ്ട് ഇന്ത്യ യൂറോപ്പിൽ ഓൾറെഡി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചു. മോദി അധികാരത്തിൽ വന്ന ആദ്യ കുറച്ച് വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളാണിത്. അതിന്റെ തുടർച്ചയാണല്ലോ ഇപ്പോ.
ഈ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് അല്ല ആര് പോയിട്ട് യൂറോപ്പിനോട് ഇന്ത്യയുടെ മേല് താരിഫ് ചുമത്താൻ പറഞ്ഞാലും യൂറോപ്പ് ചെയ്യില്ല. കാരണം യൂറോപ്പിന് ഇന്ന് വളരെ വേണ്ടപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഫ്രാൻസ് ഇന്ത്യക്കെതിരെ തിരിയോ, ജർമ്മനി തിരിയോ, ഇറ്റലി തിരിയുമോ? ഒരിക്കലുമില്ല. സ്പെയിൻ, പോർച്ചുഗൽ ഒരു രാജ്യവും തിരിയത്തില്ല. കൂടിപ്പോയ ആ പോളണ്ടൊക്കെ പോലെയുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ ചിലപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞേക്കാം. പക്ഷെ മെജോറിറ്റി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യ ആവശ്യമാണ്, ഇന്ത്യക്ക് അവരെയും ആവശ്യമാണ്. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് യൂറോപ്പും ഇന്ത്യയും തമ്മിലുണ്ട്. അവിടെയാണ് ഇന്ന് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ സൗഹൃദത്തിനും സവിശേഷമായ ഈ കരാറ് സൈൻ ചെയ്യുന്നതിനും ഒക്കെ അത് എത്തിയിരിക്കുന്നത്. സ്കോട്ട് ബെസന്റ് പോലെയുള്ള ട്രംപിന്റെ അനുയായികൾ ഇതുപോലെ വന്നിരുന്ന് കരയും. കാരണം യൂറോപ്പ് ഞങ്ങളെ ചതിച്ചു, യൂറോപ്പ് ഞങ്ങളെ ഒറ്റയ്ക്ക് കൊടുത്തു, ഇന്ത്യയുമായിട്ട് കരാറുണ്ടാക്കി, താരിഫ് ചുമത്തിയ ഞങ്ങളിപ്പോ ആരായി. ശരിക്കും ഇവിടെ നഷ്ടം സംഭവിച്ചത് അമേരിക്കയ്ക്കാണ്. ഇന്ത്യക്കാരോടുള്ള അമേരിക്കയുടെ മനോഭാവം കാരണം ഇന്ത്യ യു എസ് റിലേഷൻ വളരെ മോശമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇന്ത്യയും യു എസും തമ്മിൽ പേച്ചപ്പ് ആവാൻ ട്രൈ ചെയ്താലും ഇന്ത്യ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുമ്പോൾ ട്രംപോ അല്ല. ഇതാണ് പ്രശ്നം. മോദിക്ക് ചിലപ്പോൾ ട്രംപിനോട് ക്ഷമിക്കാൻ കഴിയും, മൂപ്പരെ ക്ഷമിക്കും. കാരണം മൊയ്സുവിനോട് ക്ഷമിച്ചില്ലേ മാൽഡീവ്സിന്റെ, പിന്നെയാണോ ട്രംപ്? അത്രയൊന്നും ട്രംപ് എന്തായാലും ചെയ്തില്ല, മൂപ്പരെ ക്ഷമിക്കും. പക്ഷേ ഈ ട്രംപും നരേന്ദ്രമോദിയും പാച്ചപ്പ് ആയാലും ഇന്ത്യക്കാരും അമേരിക്കക്കാരും തമ്മിൽ പഴയ ഒരു പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ബിൽഡായി വരാൻ ഇനി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യക്ക് ഓൾറെഡി അമേരിക്ക എല്ലാ കാലവും സംശയമായിരുന്നു. 71 യുദ്ധത്തിൽ നമുക്കെതിരായിട്ട് കപ്പൽ അയച്ചത് ആ കാലം തൊട്ടേ ഇന്ത്യക്ക് അമേരിക്കയെ സംശയമാണ്. നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ അടുക്കുമ്പോഴും അല്ലെങ്കിൽ മോദിയും ബൈഡനും തമ്മിൽ സൗഹൃദം പങ്കിടുമ്പോഴും ഒക്കെ ഇന്ത്യൻസിന്റെ മനസ്സിൽ യു എസിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ട്രംപ് രണ്ടാമത്തെ ടേമിൽ വന്നപ്പോൾ ആ സംശയം മാറ്റി. ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് ഇന്ത്യക്കാരെന്തായാലും ഇനി ഒരു കാലത്തും ഇവരെ വിശ്വസിക്കാൻ പോകുന്നില്ല, അമേരിക്കയെ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ EU റിലേഷൻ ശരിക്കും ഇന്ത്യക്കും യൂറോപ്പിനും ഒരുപോലെ നേട്ടമാണ്, അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ്. ഇന്ത്യയെ പോലെ ഒരു സുഹൃത്തിനെ എന്നേക്കുമായിട്ട് അമേരിക്ക നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.